കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രം കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നും തുടർന്ന് അവരുടെ മൃതദേഹം ക്ഷേത്രത്തിനരികിൽ തന്നെ കുഴിച്ചിട്ടു എന്നും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരത്തിലൊരു പ്രചരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഗൂഢപദ്ധതി ഒരുക്കിയിരുന്നുവെന്നും അതിന് സാമ്പത്തിക സ്രോതസ്സായി നിന്നത് കേരളമാണ്, കേരളത്തിൽ നിന്നുള്ള ചിലരാണ് ഇതിന് പണം എത്തിച്ചത് എന്നും വെളിപ്പെടുത്തൽ. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി, അതായത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്ന ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 200 കോടി രൂപയുടെ പദ്ധതി ഒരുക്കിയെന്നും ഇത്തരത്തിൽ പദ്ധതി ഒരുക്കിയെന്ന് തന്നോട് വ്യക്തമാക്കിയത് ആരൊക്കെയാണോ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്, ആരൊക്കെയാണോ ഇത്തരത്തിൽ നുണ പറയുന്നത് തന്നെ പ്രേരിപ്പിച്ചത്, ആ വ്യക്തികളാണ് എന്നും ചിന്നയ്യ വെളിപ്പെടുത്തുന്നു. മഹേഷ് ഷെട്ടി, തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയ സംഘമാണ് തന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. അവരോട് താൻ നേരിട്ട് ചോദിച്ചു എവിടെ നിന്നാണ് ഇതിന് പണം ലഭിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് വലിയ തോതിൽ പണം ലഭിക്കുന്നത്, അതോടൊപ്പം കർണാടകയിലെ ഒരു സ്ത്രീ കൂടി തങ്ങൾക്ക് പണം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. 200 കോടി രൂപയുടേതാണ് ആകെ കൂടി ഈ പദ്ധതി. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ, അതായത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുകയും അത് പൊതുസമൂഹം അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്താൽ, അതാണ് തങ്ങളുടെ ലക്ഷ്യം. അത് വിജയിക്കുന്ന പക്ഷം ചിന്നയ്യക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവിടെ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും താനാണ് മൃതദേഹം മറവ് ചെയ്തത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അത്തരത്തിലൊരു കാര്യവുമായി, അത്തരത്തിലൊരു അവകാശവാദവുമായി, തെറ്റായ അവകാശവാദവുമായി താൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത് എന്നും ചിന്നയ്യ വെളിപ്പെടുത്തിയത്. ഈ സംഭവത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. ചിന്നയ്യ പോലീസ് സ്റ്റേഷനിൽ പോയി വെളിപ്പെടുത്തുകയാണ് ഈ ക്ഷേത്ര പരിസരത്ത് എത്രയോ സ്ത്രീകളെ ഈ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടിട്ടുണ്ട്, താൻ തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി ചിന്നയ്യ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ഇതിന് വലിയ തോതിൽ പിന്തുണ നൽകിയത് 2 യൂട്യൂബർമാരാണ്, സമീർ എന്ന വ്യക്തിയും അതുപോലെ തന്നെ മനാഫ് എന്ന മലയാളിയും. ഈ 2 വ്യക്തികൾ ഇതിന് വലിയ തോതിൽ പ്രചരണം നൽകി. എന്നാൽ ഇപ്പോൾ ചിന്നയ്യ വെളിപ്പെടുത്തുന്നത് വലിയ ഒരു ഗൂഢസംഘം ഇതിന്റെ പിന്നിലുണ്ട്. അവർ നേരത്തെ പറഞ്ഞതുപോലെ മഹേഷ് ഷെട്ടി, തിമ്മരോടി, അതുപോലെ ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയവരാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു പുതിയ കാര്യം കൂടി ചിന്നയ്യ പറഞ്ഞിട്ടുണ്ട്. അത് ചലച്ചിത്ര താരം പ്രകാശ് രാജിനെ കുറിച്ചാണ്. പ്രകാശ് രാജ് ഇതിൽ ഇടപെട്ടു. അതായത് ഈ ഗൂഢസംഘത്തിൽപ്പെട്ട ചിലർ പ്രകാശ് രാജിനെ ഫോൺ ചെയ്ത് തനിക്ക് ആ ഫോൺ കൈമാറി. തുടർന്ന് തമിഴിൽ പ്രകാശ് രാജ് സംസാരിച്ചു. പ്രകാശ് രാജ് തന്നോട് പറഞ്ഞത് മഹേഷ് ഷെട്ടി, തിമ്മരോടി, അതുപോലെ ഗിരീഷ് മട്ടന്നവർ എന്നിവരൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് ചലച്ചിത്ര നടൻ തന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. ഇതേ തുടർന്ന് ചലച്ചിത്ര നടന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ തേടിയെങ്കിലും തൽക്കാലം താൻ പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതുപോലെ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്ന ഒരു സ്ത്രീ സുജാത ഭട്ട് എന്ന വ്യക്തിയാണ്. അവർ പറഞ്ഞത് തന്റെ മകളെ അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കാണാതായി. അവരെ കാണാതായത് ഈ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര അധികാരികൾക്ക് ഇതിൽ പങ്കുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ മകളുടെ മൃതദേഹമെങ്കിലും തനിക്ക് തിരിച്ചു തരൂ, ഒന്ന് കാണാൻ അനുവദിക്കൂ എന്ന വിലാപവുമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മ എന്ന രൂപത്തിലായിരുന്നു സുജാത ഭട്ടിന്റെ രംഗപ്രവേശം. എന്നാൽ പിന്നീട് സംഭവിച്ചത് പ്രത്യേക അന്വേഷണ സമിതിയെ കർണാടക സർക്കാർ രൂപീകരിച്ചു. ആ സമിതി നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയൊരു മകളെ സുജാത ഭട്ടനില്ല, അതുപോലെ ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അനന്യ ഭട്ട് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിനി പഠിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. തുടർന്ന് സുജാത ഭട്ട് തന്റെ വാദത്തിൽ നിന്ന് പിൻവാങ്ങി. അതുപോലെ തന്നെയാണ് ചിന്നയ്യയെ SIT വിളിച്ച് ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ ചിലർ പ്രേരിപ്പിച്ച് അതിന്റെ പേരിൽ താൻ ചെയ്തതാണ്, തനിക്ക് പണം കിട്ടും എന്ന് അവർ പറഞ്ഞു, തനിക്ക് പണം തരാമെന്ന് അവർ പറഞ്ഞു. 50 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. അപ്പോൾ എവിടെ നിന്ന് പണം ലഭിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്നോട് മഹേഷ് ഷെട്ടി, തിമ്മരോടി അല്ലെങ്കിൽ ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയവർ പറഞ്ഞത് 200 കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ചില സംഘങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുകൂടി ഇവർ വെളിപ്പെടുത്തി എന്നാണ് ചിന്നയ്യ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബർ സമീർ, അതുപോലെ തന്നെ മനാഫ് എന്നിവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം, ഈ കേസുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവരെല്ലാം ഇത് വെറും ഒരു കഥ സൃഷ്ടിച്ചതാണ്, ഈ ക്ഷേത്രത്തിന്റെ സൽകീർത്തി കളയുന്നതിന് വേണ്ടി ഒരു കഥ സൃഷ്ടിച്ചതാണ് എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ യൂട്യൂബർ സമീറും മനാഫും പിന്നീടും പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് SIT രൂപീകരിച്ച് SITക്ക് വലിയ തെളിവുകളൊന്നും കിട്ടാതെ അന്വേഷണം മന്ദഗതിയിലായി. അപ്പോഴും ഈ 2 വ്യക്തികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇതേക്കുറിച്ച് കൂടി ചിന്നയ്യ ഇപ്പോൾ ഒരു വിശദീകരണം നൽകുകയാണ്. അതായത് ഈ ഗൂഢസംഘത്തിന് ഇത്തരത്തിലൊരു വാർത്ത, ക്ഷേത്രത്തിന്റെ സൽകീർത്തിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കോട്ടം വരുത്തുന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിനൊപ്പം തന്നെ
ക്ഷേത്രത്തിലെ ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയെ ജയിലിലടയ്ക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് ചിന്നയ്യ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഇത് തന്നോട് ഈ സംഘം പറഞ്ഞതായിട്ടാണ് ചിന്നയ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചിന്നയ്യയുടെ ആവശ്യം SITയുടെ അന്വേഷണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച്, വളരെ മന്ദഗതിയിലായിരിക്കുകയാണ് അന്വേഷണം എന്ന് മാത്രമല്ല അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടാണ്. അതുകൊണ്ട് ജനമനസ്സുകളിൽ നിന്ന് ഈ സംഭവം അങ്ങനെ മാഞ്ഞു പോകുന്നു. സത്യത്തിൽ ക്ഷേത്രത്തിന്റെ സൽകീർത്തിക്ക് കളങ്കം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല. ചിന്നയ്യ പറഞ്ഞതും അതുപോലെ തന്നെ യൂട്യൂബർ സമീറും അതുപോലെ മനാഫും ഒക്കെ പ്രചരിപ്പിച്ചത് കള്ളക്കഥകളാണ് എന്ന് വരുന്നത് ആ വാർത്തയുടെ വിശ്വാസത്തെ തീരെ ഇല്ലാതെയാക്കും എന്നതുകൊണ്ട് അത്തരത്തിലൊരു വാർത്ത അങ്ങനെ നിന്നോട്ടെ എന്ന രീതിയിലാണ് ഈ പറയുന്ന ഗൂഢസംഘം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അതിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന നിലപാടിലേക്ക് ചിന്നയ്യ ഇപ്പോഴെത്തി. അങ്ങനെയാണ് ചിന്നയ്യ ഇങ്ങനൊരു ആവശ്യവുമായി കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം തന്നോട് ഈ ചലച്ചിത്ര നടൻ സംസാരിച്ച കാര്യവും അതുപോലെ തന്നെ 200 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് എന്നും ഇതിന് കൂടുതൽ പണമെത്തുന്നത് കേരളത്തിൽ നിന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്നയ്യ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതി ഇത് സംബന്ധിച്ച ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. SIT ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ നോട്ടീസ് അയച്ച് കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതി നടപടികളും അതുപോലെ തന്നെ അന്വേഷണ സംവിധാനവും മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സത്യത്തിൽ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചിത്രം എന്ന് വ്യക്തമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് സാഹചര്യം ഒരുങ്ങുമോ എന്ന് തീരുമാനിക്കേണ്ടത് കർണാടക സർക്കാരാണ്. എന്നാൽ കർണാടക ആഭ്യന്തരമന്ത്രി ഈ പ്രകാശ് രാജ് ഇതിൽ ഉൾപ്പെട്ടു എന്നത് സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് നടൻ പ്രതിയാകുന്നില്ലല്ലോ, അതുപോലെ തന്നെ കോടതിക്ക് മുന്നിലുള്ള വിഷയമായതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. പ്രിയങ്ക ഖാർഗെ നമുക്കറിയാം AICC പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവ് മല്ലികാർജുന ഖാർഗെയുടെ മകനാണ്. അതുപോലെ തന്നെ കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ എന്ത് നിലപാടെടുക്കുന്നു, പുതിയ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെയായി ബന്ധപ്പെട്ടായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഗതി ഉണ്ടാവുക. എന്തായാലും ഈ അന്വേഷണം ശരിയായ വിധം പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ മാത്രമാണ്, അതായത് SITക്ക് ഇതുവരെ അന്വേഷിച്ച് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. കാരണം 100 കണക്കിന് അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മണ്ണുമാന്തി നോക്കിയെങ്കിലും അതൊന്നും കിട്ടിയില്ല. സ്ത്രീകളുടെ മൃതശരീരം ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അവിടെ നിന്ന് കിട്ടിയ മൃതശരീരം തന്നെ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതൊരു പുരുഷന്റെ ശരീരമായിരുന്നു. ഈ രീതിയിൽ അനുകൂലമായ ഒരു തെളിവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ അന്വേഷണം പാതി വഴിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ പ്രചരണത്തിന് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത, ആ പഴുത് അടയ്ക്കണം എന്നതാണ് ചിന്നയ്യയുടെ ആവശ്യം. അതുകൊണ്ട് ഈ ആവശ്യത്തോട് അധികൃതർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, കർണാടക സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, കർണാടക പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ക്ഷേത്രത്തോടുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ അധികൃതരുടെ നിലപാട് സത്യസന്ധമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഗൂഢ പദ്ധതിക്ക് കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, റവന്യൂ അധികൃതർക്ക് ഒക്കെ പങ്കുണ്ടോ എന്ന് വെളിവാകുക.